ആഡംബരത്തിന്റെ ഒരു ചിഹ്നമായിട്ട് ഭക്ഷണത്തെ മാറ്റുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കുക, ഓരോ വിരുന്ന് ഭവനങ്ങൾക്ക് പകരമായി ഓരോ ദരിദ്ര ഭവനങ്ങൾ ലോകത്ത് നാം സൃഷ്ടിക്കുന്നു എന്നുള്ള ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു ആരാകുന്നു എന്ന് അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും മഹനീയമായ ഒരു ധ്യാന വിചാരമാണ് ഞാൻ ജീവന്റെ ഒപ്പമാകുന്നു എന്നുള്ളത്. ഐ എം ദി ബ്രെഡ് ഓഫ് ലൈഫ്. യോഹന്നാൻ ശ്ലീഹ നൽകുന്ന അടയാളങ്ങളിൽ 7 അടയാളങ്ങളിൽ ഏറ്റവും പ്രഥമമാണിത്. അതിൽ 6-ാം അധ്യായം യൂക്രിസ്റ്റിക് ചാപ്റ്റർ എന്ന് തന്നെ സ്വർണ്ണനാവുകാരനായ ഇവാനിയോസും നിസായിലെ ഗ്രിഗോറിയോസും അലക്സാന്ദ്രിയയിലെ കൂറിലോസും തുടങ്ങി പിതാക്കന്മാരൊക്കെ ഇതിനെ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം ചിന്തയ്ക്ക് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 3-ാം ഞായറാഴ്ച പരിശുദ്ധ എവങ്കേലിയൻ ഭാഗം നൽകുന്നത് 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു അപ്പത്തെ പറ്റിയുള്ള ദീർഘമായ പ്രഭാഷണങ്ങളുടെ ഒരു മധ്യഭാഗം. ആ മധ്യഭാഗം 35-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഒന്നാമതായിട്ട് ദ ലിവിങ് ബ്രെഡ് ഈസ് ദ ലൈഫ് ഗിവിങ് ബ്രെഡ്. ജീവനുള്ള അപ്പം ജീവിപ്പിക്കുന്ന അപ്പമായി രൂപാന്തരപ്പെടുന്ന ഒരു സാമീപ്യമാണ് നമുക്ക് ഈ അപ്പത്തോട് വരുന്നത്. ജീവനുള്ള അപ്പമാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ആ അപ്പത്തോട് നാം അടുക്കും തോറും അത് നമ്മെ ജീവിപ്പിക്കുന്ന ഒരപ്പമായി തീരുന്ന അറ്റാച്ച്മെന്റിൽ, അതിനോടുള്ള സാമീപ്യത്തിൽ നമ്മളെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുന്ന അപ്പമാകുന്ന രൂപാന്തരപ്പെടുന്ന ഒരു സജീവമായ അവസ്ഥ, ഒരു ശക്തി ഇതിനകത്തുണ്ട് എന്നുള്ളത് ഈ ഒരു വേദഭാഗം പറയുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല എന്ന് പറയുന്ന ഒരു എവർ ലാസ്റ്റിംഗ് ഓഫറാണ് ക്രിസ്തു വെക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷ കൂട്ടാൻ വേണ്ടി ലൈഫ് ഇൻഷുറൻസും ലൈഫ് ലൈൻ ഹോസ്പിറ്റലുകളും അതുപോലെ ലൈഫ് ഡെപ്പോസിറ്റുകളും ഒക്കെ കൂട്ടുന്ന കാലത്താണ് ഒരു ലൈഫ് ലോങ് ബ്രെഡ് നമുക്ക് അവൻ നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ജീവൻ ഉണ്ടാക്കാൻ വേണ്ടി, വീണ്ടും വീണ്ടും അതിജീവിക്കാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഇത്രമാത്രം ശക്തമായ ഒരു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു ആഹ്വാനം, അത് നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജീവനുള്ള അപ്പമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന അപ്പമെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും ജീവൻ നൽകുന്നതാണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ മുമ്പിലെ എല്ലാ ആഹാര സാധനങ്ങളോടും ആ ഒരു വിധേയത്വവും വിനയവും താഴ്മയും ബഹുമാനവും നമുക്കുണ്ടാവണം. അടുത്ത സമയത്ത് ഒരു സഹോദര വൈദികൻ എഴുതിയ ഒരു ലേഖനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: അന്നം ആഡംബരത്തിനാകരുത്, അന്നം വിശപ്പിനാകണം എന്നുള്ളത്. ഇന്നത്തെ കാലത്തെ പരാമർശിച്ചുകൊണ്ടാണ്. ഇന്ന് ഭക്ഷണം എന്ന് പറയുന്നത് കേവലം വയറ് നിറയാനുള്ളത് മാത്രമല്ല. ഭക്ഷണം എന്ന് പറയുന്നത് ആഡംബരം കാണിക്കാനുള്ള ദ വാല്യൂ ഓഫ് ബ്രെഡ്, ദ വാല്യൂ ഓഫ് ലക്ഷൂറിയസ് ലൈഫായിട്ട് മാറിക്കഴിയുകയാണ്. വസ്ത്രം മാറുന്നത് പോലെ, കാറ് മാറുന്നത് പോലെ, ഭവനം പുതുക്കി പണിയുന്നത് പോലെ നമ്മുടെ ആഡംബരങ്ങളുടെ പട്ടികയിൽ സ്റ്റാർട്ടേഴ്സും ഒക്കെ ഓരോ പുതിയ പുതിയ ആഹാരത്തിന്റെ നവീന രൂപങ്ങൾ വരികയും വിരുന്ന് ഭവനങ്ങളിൽ കയറി വരുമ്പോൾ വലിയ ഒരുക്കത്തിൽ അതുണ്ടാക്കി വെക്കുകയും കഴിയുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യുന്ന ആഡംബരത്തിന്റെ ഒരു ചിഹ്നമായിട്ട് ഭക്ഷണത്തെ മാറ്റുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കുക, ഓരോ വിരുന്ന് ഭവനങ്ങൾക്ക് പകരമായി ഓരോ ദരിദ്ര ഭവനങ്ങൾ ലോകത്ത് നാം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഈ ലോകത്ത് 9% ദരിദ്രരുണ്ടെങ്കിൽ അത് ഓരോ വിരുന്ന് ഭവനങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ദരിദ്ര കുടുംബങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് ജീവനുള്ള അപ്പം ജീവിപ്പിക്കുന്ന അപ്പമായി രൂപാന്തരപ്പെടുന്ന ഒരു സാമീപ്യമാണ് നമുക്ക് ആ അപ്പത്തോടുള്ളത്. രണ്ടാമതായിട്ട് ദ ലിവിങ് ബ്രെഡ് ഈസ് ദ ബ്രെഡ് ഓഫ് മേഴ്സി ആൻഡ് പ്രോമിസ്. കാരുണ്യത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും അപ്പമാണ് ഈ ജീവിക്കുന്ന, ഈ ജീവനുള്ള അപ്പം. അതുകൊണ്ടാണ് ക്രിസ്തു പറയുകയാണ്, 37-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഒന്നാമതായിട്ട് എവർലാസ്റ്റിംഗ് ഓഫർ ആണെങ്കിൽ, രണ്ടാമതായിട്ട് അൺലിമിറ്റഡ് ഓഫറാണ്. ഒരിക്കലും ഒരു പരിധിയില്ല, ഇല്ലെങ്കിൽ യാതൊരു ഡിമാൻഡും ഇല്ല. എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ, അവൻ ഏത് പാപിയാകട്ടെ, ഏത് കുറവുള്ളവനാകട്ടെ,
ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളാകട്ടെ, അവനെ ഞാനൊരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറയുന്ന ഒരു കരുണയുടെയും വാഗ്ദത്തത്തിന്റെയും, അത് ഉറപ്പാണ് പറയുന്നത്, വാഗ്ദത്തത്തിന്റെയും ഒരപ്പം, അതിനോടുള്ള അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമീപ്യം അതാണ്. കരുണയുടെ അപ്പമാണിത്, കാരുണ്യത്തിന്റെ അപ്പമാണ് ഈ ജീവനുള്ള അപ്പം. ഈ അപ്പം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ക്രിസ്തുവാണ്. ആ ജീവനുള്ള അപ്പം ക്രിസ്തുവാണ്. അവനോടുള്ള പേഴ്സണൽ അറ്റാച്ച്മെന്റ്, അവന്റെ അടുക്കൽ വരുംതോറും നമ്മളെ അവൻ തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം ബോധപൂർവം തിരിയണമെന്നുള്ളത് ഈ കാലത്തിന്റെ ഒരു ആവശ്യകതയാണ്. ഒരാൾ എഴുതി വെക്കുകയാണ്, അനേക ക്രിസ്ത്യാനികൾ സഭയിൽ വളരുന്നുണ്ട്, പക്ഷെ ക്രിസ്തുവിൽ അവർ വളരുന്നില്ല. അനേകർക്ക് ക്രിസ്തു വചനങ്ങളെ പറ്റി ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പുതിയ പുതിയ നവീന ആരാധന രീതികളെ പറ്റിയൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ട്, പക്ഷെ അവന്റെ ജീവിതത്തെ നമ്മൾ സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ പേഴ്സണൽ, വ്യക്തിപരമായ എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാനുള്ള ആ ഒരു വലിയ താല്പര്യമാണ് അവന്റെ അപ്പം കരുണയുടെ അപ്പമാണ്, വാഗ്ദത്തത്തിന്റെ അപ്പമാണെന്നുള്ള സാമീപ്യം നാം തിരിച്ചറിയുന്നത് ആ നിമിഷത്തിൽ മാത്രമാണ്. മൂന്നാമതായിട്ട്, ദ ലിവിങ് ബ്രെഡ് ഈസ് ദി ബ്രെഡ് ഓഫ് ദി എറ്റേണൽ ലൈഫ്. നിത്യജീവന് അനശ്വരമായി നൽകുന്ന ഒരപ്പമാണ് ഈ അപ്പം എന്ന് പറയുന്നത്. നിത്യജീവൻ എന്ന വാക്കിന്റെ അർത്ഥം അറുതിയില്ലാത്ത ജീവൻ എന്നല്ല, പിന്നെയും ദൈവത്തിന്റെ ജീവനിലുള്ള പങ്കാളിത്തത്തെ പറ്റിയാണ് നിത്യജീവൻ പറയുന്നത്. പാർട്ടിസിപ്പേഷൻ ഓഫ് ഗോഡ്സ് ലൈഫ്. ദൈവത്തിന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവനാണ് നിത്യജീവൻ, അല്ലാതെ നമ്മുടെ അറുതിയില്ലാത്ത ജീവനെ പറ്റിയല്ല. അതാണ് പറയുന്നത്, അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് വലിയൊരു ഉറപ്പാണ്. അന്ത്യനാളിൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളത് ജീവന്റെ അങ്ങേയറ്റമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ഒരു വലിയ രൂപാന്തരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരപ്പമാണ്. അതുകൊണ്ട് ഈ അപ്പം കേവലം നിസ്സാരമായ ഒരു ജീവനുള്ള അപ്പമല്ല, ഇത് എവർലാസ്റ്റിംഗ് ബ്രെഡാണ്, അൺലിമിറ്റഡ് ബ്രെഡാണ്, ആൻഡ് എറ്റേണൽ ബ്രെഡാണ്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന, ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിത്തം നൽകുന്ന ഈ അപ്പത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബഹുമാനത്തോടെയും ആദരവോടെയും ഓരോ ഭക്ഷണം എടുക്കുമ്പോഴും, ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ധ്യാന വിചാരം ഇതായിരിക്കണം: അവൻ തൻ്റെ തൃക്കൈയിൽ അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി വിഭജിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. അവർ തിന്ന് തൃപ്തരായി. ഇത് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിൻ്റെ ഓർമ്മകളാണ്. ഈ ഓർമ്മകളാകട്ടെ ഈ ലോകത്തിൽ ദരിദ്രം ഇല്ലാതായി തീർന്ന് എല്ലാവരും ദ വാല്യൂ ഓഫ് ബ്രെഡ്, അപ്പത്തിൻ്റെ, ഒരു റൊട്ടി കഷ്ണത്തിൻ്റെ വില എന്താണെന്ന് നാം തിരിച്ചറിയണം. സോക്രട്ടീസ് താൻ വിഷം കഴിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ ഭാര്യയുമായിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ, ഞാൻ ഇതുവരെ അങ്ങ് എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ സോക്രട്ടീസ് പറയുകയാണ്, നീ വെറുതെ നുണ പറയരുത്, നീ എന്നെ സ്നേഹിച്ചിരുന്നുവല്ലോ. നിന്റെ ദേഷ്യങ്ങൾക്കും നിന്റെ പരുക്കൻ അനുഭവങ്ങളുടെയും പിമ്പിൽ നിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നുവെന്ന്. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. ആൻഡ് അൺഎക്സ്പ്ലോർഡ് ലവ്, നാം അടയാളപ്പെടുത്താത്ത, ഇല്ലെങ്കിൽ തുറന്നു കാട്ടാത്ത, ഇനിയും അറിയേണ്ട ഒരു സ്നേഹം ഇതിൻ്റെ എല്ലാം പിമ്പിലുണ്ട്. ഈ അപ്പത്തിൻ്റെ ഉള്ളിലും ഒരു അൺഎക്സ്പ്ലോർഡ് ലവ് ഉണ്ട്. ഇനി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്നേഹം ഈ അപ്പത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ സ്നേഹത്തിൻ്റെ അപ്പത്തെ നാം ശരിക്കും അറിയുമ്പോൾ മാത്രമേ അത് നമുക്ക് ജീവൻ നൽകും, അതിജീവനം നൽകും, നിത്യജീവൻ നൽകും. അതുവഴി നമുക്ക് സുന്ദരമായി നമ്മുടെ ജീവിതത്തെ അവൻ്റെ ജീവനുമായുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.